ഹായ്, ഇത് നമുക്ക് ചോലെ മസാല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് നല്ലൊരു സിമ്പിൾ ഈസി ആയിട്ടുള്ളൊരു ചോലെ മസാലയാണ്. ചോലെ മസാല എന്ന് പറയുമ്പോൾ ചോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വെളുത്ത കടല ഉണ്ടല്ലോ അതാണ്. നമുക്ക് ആദ്യം വെളുത്ത കടല ചോലെ ഒരു 5 വിസിൽ അടുപ്പിച്ച് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ടുണ്ട്. ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 5-8 വിസിൽ അടുപ്പിച്ച് നമുക്കത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞാൽ ഞാനൊരു മിക്സിയിലേക്ക് 2 തക്കാളിയും ഒരു ഉള്ളിയും കൂടിയും അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി അതും മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ജീരകം ഒരു 1/4 സ്പൂൺ ജീരകം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ ഒരു ബേ ലീഫും കൂടി ഇടാം. അത് നന്നായിട്ടൊന്ന് മൂത്ത മണമൊക്കെ വരുമ്പോൾ നമുക്ക് ഉള്ളി ഇടാം. ഞാൻ ഒരു ഉള്ളി നല്ല ഫൈൻലി ചോപ്പായിട്ട് അതും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ഇതിലേക്ക് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറി എന്നിട്ട് നമുക്ക് മസാലപ്പൊടികളിടാം. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ഇടുന്നുണ്ട്. ഈ മസാലപ്പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരയ്ക്കും നമ്മളതൊന്ന് നന്നായിട്ട് സിമ്മിൽ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ റെസിപ്പി കുറേ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വീട്ടിൽ സൗത്ത് ഇന്ത്യൻ ടേസ്റ്റിൽ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. ഇതെൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇതൊക്കെ മസാലയൊക്കെ വഴണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റണം. നന്നായി എണ്ണ തെളിയുന്ന പാകം ഉണ്ടല്ലോ അതുവരെയ്ക്കും നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് കൈയെടുക്കാതെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചോല ഉണ്ടല്ലോ ആ ചോലയും കൂടി നമുക്കിതിൽ ചേർക്കാം. ഞാൻ ചോലയും വേവിച്ച വെള്ളം കൂടി ചേർത്തിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ച വെള്ളത്തിലേക്കുള്ള ന്യൂട്രിയൻസോ യാതൊന്നും നഷ്ടപ്പെടുന്നുമില്ല. എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ടി വരുന്ന ആവശ്യമില്ല. നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ വെള്ളത്തിൽ വേണം ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിക്കാറാകുമ്പോഴത്തേക്കും ഇത് നന്നായി ഒന്ന് കുറുകും. പിന്നെ നമ്മൾ ആദ്യം ചൂടുവെള്ളമൊക്കെ ചേർക്കേണ്ടി വരും. ഞാൻ കുറച്ച് ലൂസിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ചോലയും കൂടി ആഡ് ചെയ്തിട്ട് മിക്സാക്കി നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മല്ലിയില ഇടാം, ഗാർണിഷ് ചെയ്യാം. ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് റെഡിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ചോലെ മസാല നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ആയാലും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇതെല്ലാം ടിഫിൻ ബോക്സ് കാലിയായിട്ട് വരും. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം കമൻറ്റ് ബോക്സിൽ. അപ്പോൾ താങ്ക് യു.